പാൽക്കാച്ചിൽ പ്രവാസികളുടെ സ്ഥിരം പ്രശ്നമാണ്. ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തെയും അതുപോലെ തന്നെ ചൂടിനൊക്കെയാണ് നമ്മൾ ആദ്യം. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ആള്. ഇതാണ് ഇനി മുതൽ നിന്റെ റൂം. ഇവരൊക്കെയാണ് നിങ്ങളെ റൂംമേറ്റ്. പക്ഷെ ഇപ്പോ ബെഡ് ഒഴിവില്ല. താഴെ പായ വിരിച്ച് കിടന്നാ മതി. ആരെങ്കിലും പോയാല് ആ ബെഡ് എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഒരാൾക്കും കൂടി ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതി. അപ്പൊ ശരി ഏട്ടാ. ബാഗ് അങ്ങോട്ട് വെച്ചു. ജോബി ആദ്യമായിട്ടാണോ ഗൾഫിൽ? പണിയൊക്കെ ആയോ? ഒന്നും റെഡി ആയിട്ടില്ല, നോക്കണം ഇൻഷാല്ലാ. നല്ല ജോലി എന്തുകൊണ്ട് പറയണം. എങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്? ടാക്സിക്കാണോ? അതെ, ടാക്സിക്ക്. സത്യം പറഞ്ഞാൽ വന്നിട്ട് 3 മണിക്കൂറായി. പുറത്ത് തന്നെയായിരുന്നു. ബ്രോക്കർ കുറേ തവണ വിളിച്ച് സ്വിച്ച് ഓഫ് ആയി. ആകെ പേടിച്ചു തന്നെ. ദൈവം, എത്ര നേരം നീ ആ ചൂട്ടത്ത് നിൽക്കായിരുന്നു? റിയാസ് നാട്ടിലെവിടെയാണ്? ഞാൻ കണ്ണൂർ. കണ്ണൂർ എവിടെ? പാനൂർ. നിങ്ങളൊക്കെ കുറേ കാലമായി ഇവിടെ വന്നിട്ട്? ഞാൻ 2-3 കൊല്ലായി. ഞാൻ പുറത്ത് വന്നിട്ടുള്ളൂ. ഞാനതിന്റെ പകുതി. ഞാൻ കുറച്ചേ ഉള്ളൂ. 25 വർഷം. ബാത്റൂം എവിടെയുള്ളത്? വാഷ്റൂം അവിടെ ഉണ്ട്. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടന്നു. നമുക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നാളെ സംസാരിക്കാം. ഇവിടെ എല്ലാവരും നേരത്തെ ഡ്യൂട്ടിക്ക് പോകുമോ? അവിടെ അവരൊക്കെ നേരത്തെ പോകും. ഓരോരുത്തർക്കും ഓരോ സൈറ്റിലല്ലേ. പിന്നെ ഏട്ടാ, ഇവിടുത്തെ ജോബ് സൈറ്റ് ഏതൊക്കെയാണെന്ന് അറിയാം? ജോബിന് അപ്ലൈ ചെയ്യാൻ എനിക്ക് തീരെ സമയമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് എഴുതിത്തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈറ്റ് എനിക്ക് എഴുതിത്തരാം. നീ അത് സമയം പോലെ വന്നിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. ഞാനേ പെട്ടെന്ന് പോട്ടെ, വണ്ടി വരാൻ സമയമായി. ശരി. ഹലോ, മിസ്റ്റർ റിയാസ് അല്ലേ? അതെ, ഞാൻ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ കണ്ടിരുന്നു. അപ്പോൾ സെയിൽസിലാണ് എക്സ്പീരിയൻസ് അല്ലേ? അതെ സാർ. നാളെ രാവിലെ 10 മണിക്ക് ഒരു ഇന്റർവ്യൂവിന് വരാൻ പറ്റുമോ? ഷുവർ സാർ. എവിടെയാണ് ലൊക്കേഷൻ? ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇമെയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സോനെ, ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം പോവാം. സി മിസ്റ്റർ റിയാസ്, ആക്ച്വലി ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. നിങ്ങൾ ഞങ്ങളുടെ സൈറ്റിൽ രജിസ്റ്റർ കണ്ടിട്ടാണ് വിളിച്ചത്. യെസ് സാർ, പറയൂ. നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടോ? നോ സാർ, ഞാൻ വന്നിട്ട് 1 വീക്ക് ആയിട്ടാണ്. ഓക്കെ മിസ്റ്റർ റിയാസ്, നമ്മൾ 150 അടയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ജോലി ശരിയായി തരാം. 150 ഞാൻ തരാം, ബട്ട് ജോബ് കൺഫേം ആണോ? ഷുവർ, ഡോണ്ട് വറി, ഞങ്ങൾ പെട്ടെന്ന് ജോലി ശരിയായി തരാം. ഓക്കെ റിയാസ്, നിങ്ങൾ പേടിക്കണ്ട. ഇതുപോലെ ഒത്തിരി പേർക്ക് ഞങ്ങൾ ജോലി ശരിയായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ആണ് റെസ്പെക്റ്റ്. താങ്ക് യു സാർ. ഓക്കെ. ഹലോ. അളിയാ എവിടെയാ? ഞാൻ ഇപ്പോൾ റൂമിൽ എത്തിയിട്ടുള്ളൂ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇന്റർവ്യൂ ഇല്ല അളിയാ, റിക്രൂട്ട്മെന്റ് ഏജൻസിയാ. അവരെൻ്റെ അടുത്ത് ക്യാഷായിട്ട് 150 രൂപ വാങ്ങി തന്നെ. ജോലി ഇപ്പം തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അടുത്തുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി അളിയാ.